അച്ഛന് വന്ദനം. ഞാൻ ഇന്ന് ഇവിടെ പറയാൻ പോകുന്നത് സമയത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. നാം എല്ലാം വളരെ നിസ്സാരമായി കരുതുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതും ഒന്നാണ് സമയം. ഈ ലോകത്ത് പണത്തേക്കാൾ മൂല്യമേറിയതും നഷ്ടപ്പെടുത്തിയാൽ തിരിച്ചെടുക്കുവാൻ സാധിക്കാത്തതുമായ ഒന്നാണ് സമയം. പണം നഷ്ടപ്പെടുത്തിയാലും പിന്നീട് എപ്പോഴെങ്കിലും വീണ്ടെടുക്കുവാൻ കഴിഞ്ഞു എന്ന് വരാം. പക്ഷേ സമയം നഷ്ടപ്പെടുത്തിയാലും പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കുവാൻ സാധിക്കില്ല. മഹാന്മാരിൽ പലരും സമയത്തിന്റെ വില അറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ്. സമയനിഷ്ഠ പാലിക്കാത്തവർ മറ്റുള്ളവരുടെ സമയം കൂടി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഗാന്ധിജിക്ക് ഒട്ടേറെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ചെയ്യാനായത് സമയത്തെ ആദരിച്ചത് കൊണ്ടാണ്. നിങ്ങൾ ജീവിതത്തെ സ്നേഹിക്കുന്നുവോ എങ്കിൽ സമയം പാഴാക്കാതിരിക്കുക. കാരണം സമയമാണ് ജീവിതത്തിന്റെ മൂലധനം എന്ന ബെഞ്ചമിൻ ഫ്രാങ്ക്ലിന്റെ വാക്കുകൾ നമുക്ക് വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. സമയം തിരകളും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല എന്ന പ്രശസ്തമായ പഴഞ്ചൊല്ല് എത്ര അർത്ഥവത്താണ്. സമയത്തെ നിയന്ത്രിക്കാൻ നമുക്കാവില്ല, എന്നാൽ സമയത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. അതിനാൽ കുട്ടികളായ നമ്മൾ ഇപ്പോഴേ സമയത്തിന്റെ വില അറിഞ്ഞ് പ്രവർത്തിക്കണം. വിദ്യാർത്ഥികളായ നമുക്ക് സ്കൂളിൽ ഓരോ ടൈം ടേബിൾ ഉണ്ടല്ലോ, അതുപോലെ ടൈം ടേബിൾ വീട്ടിലും നല്ലതാണ്. സമയപരിമിതമായി ദിനചര്യകൾ ചെയ്യാനും പഠിക്കാനും കളിക്കാനും ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാനും അത് നമ്മെ പ്രാപ്തരാക്കുന്നു. ഇത് നമ്മളിൽ ആത്മവിശ്വാസം ഉണർത്തുന്നു. ചിലർ വളരെ നല്ല ടൈം ടേബിൾ ഉണ്ടാക്കും, എന്നാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല. ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല. മടിയൻ മല ചുമക്കുമെന്നാണല്ലോ. മല ചുമക്കേണ്ടി വരുന്നവന്റെ സ്ഥിതി ആലോചിച്ചു നോക്കൂ. ഓരോ കാര്യം അതാത് സമയത്ത് തന്നെ ചെയ്തു തീർത്താൽ ഈ ദുരവസ്ഥ വന്നു ചേരില്ല. പകരം കാര്യങ്ങളെല്ലാം ലളിതമായി അനുഭവപ്പെടും. സമയനിഷ്ഠയോടെ ഓരോ കാര്യം അതിന്റെ പ്രാധാന്യമനുസരിച്ച് മുൻഗണന അടിസ്ഥാനത്തിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. എങ്കിലേ ലഭ്യമായ സമയം ഫലവത്തായി ഉപയോഗിക്കാൻ കഴിയൂ. നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സമ്മാനം പ്രിയപ്പെട്ടവരോടൊത്തുള്ള നിമിഷങ്ങളാണ്. ഭാവിയിൽ കുടുംബജീവിതവും ഔദ്യോഗിക ജീവിതവും സംതുലിതമായി കൊണ്ടുപോകണമെങ്കിൽ സമയം നിയന്ത്രിച്ചുപയോഗിക്കുന്നത് ഒരു ശീലമാക്കേണ്ടതുണ്ട്. പറഞ്ഞ വാക്കും എറിഞ്ഞ കല്ലും പോയ സമയം തിരിച്ചെടുക്കാൻ നമുക്കാവില്ല. ഇന്നലകളൊക്കെ കടന്നുപോയി, നാളെ പറ്റി നമുക്ക് ഒരു അറിവുമില്ല. നമുക്ക് സ്വന്തമെന്ന് പറയാനാവുന്നത് ഈ ഒരു നിമിഷമാണ്. പാഴാക്കാതിരിക്കുക. നന്ദി, നമസ്കാരം.